കാര്യമാണ് അമ്മ പറയുന്നത്. ഒരഴിഞ്ഞാട്ടക്കാരി ഉണ്ടായിരുന്നല്ലോ പണ്ട്, നാടകനടി കായംകുളം കമലമ്മ. നീ ഇന്നലെ രാത്രി അവിടെ വീട്ടിൽ പോയിരുന്നെന്ന്. ഞാനത് വിശ്വസിക്കണോ അത്രേ? വിശ്വസിക്കാം. പോയിരുന്നു. എടാ കുഞ്ഞെ, ഇത്തരം കാര്യങ്ങളിൽ നീ തമാശ പറയരുത് കേട്ടോ. തമാശയല്ലമ്മേ, ഞാൻ പോയിരുന്നു. എന്തിന്? ഇന്നലെ തലയോരപ്പറമ്പിൽ വെച്ചിടുന്ന യോഗത്തിൽ ആ കമലമ്മയുടെ മകളുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരേ കാറിൽ തന്നെ ഞങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു. അവൾ നീ യാത്ര ചെയ്തിരുന്ന കാറിലുണ്ടായിരുന്നു? ഇല്ല, അവൾ യാത്ര ചെയ്തിരുന്ന കാറിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞതെല്ലാം ശരിയാണല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ അമ്മേ. അടിയും ബഹളമൊക്കെ നടന്നോടാ? ആ ഉപായത്തിൽ. എന്റെ ചാമുണ്ടേശ്വരി, നശിച്ചു ഈ തറവാട്. എടാ, അവൾ അപചാരികയാടാ. അറിയില്ലമ്മേ. ആണെങ്കിൽ തന്നെയും അതുകൊണ്ട് നമ്മുടെ തറവാട് എങ്ങനെ നശിക്കും? എന്തൊരു ധൈര്യമാണ് നിനക്ക്. അതിനുള്ള മേന്മ അമ്മയ്ക്കല്ലേ. ഒരു ധൈര്യശാലി പ്രസവിച്ച മഹതിയാണ് ഈശ്വരിയമ്മ എന്ന ആളുകൾ അമ്മയെ പുകഴ്ത്തും. എന്റെ അമ്മ ഇത്രയ്ക്ക് ശുദ്ധഭാവമായിപ്പോയല്ലേ. ആ കമലമ്മ ചീത്തയായിരിക്കാം, പക്ഷെ അവളുടെ ജീവിത വേദനകളും വിഷമങ്ങളും അറിയുന്നതിൽ എന്താണ് തെറ്റ്? അത് അവളുടെ നിത്യ സന്ദർശകന്മാരെ അറിഞ്ഞാൽ പോരെ? സാറ് നേരിട്ട് പോയി അറിയണോ? അഭിമാനത്തിന് ക്ഷതം പറ്റിയാൽ ഈ ഈശ്വരിയമ്മ അര സെക്കൻഡ് പോലും ജീവിച്ചിരിക്കും. എന്റെ അമ്മ ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കും. അമ്മയുടെ ഷഷ്ടി പൂർത്തിയല്ല, സപ്തതി നടത്തി ഞാൻ. വിശക്കുന്നമ്മേ. ഇവനെന്നെ ട്രോൾപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. കള്ളൻ. ഈ മഹാഭാവി ഞങ്ങളെ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല ഏമാനെ. ഞാൻ ആരെയും ചതിച്ചില്ല. ഈ ഗർഭത്തിന് ഞാൻ ഉത്തരവാദിയുമല്ല. മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കണം. നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട നേതാവിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. നേതാവിനോട് തന്നെയാണ് സംസാരിച്ചത്. മനുഷ്യന് സദാചാരബോധം വേണം. നിങ്ങളെ പോലുള്ളവർ കാരണം എത്രയെത്ര സാധു സ്ത്രീകൾ തെരുവിലായിട്ടുണ്ട്. കർത്താവ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഒതുക്കി തീർക്കുന്ന തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും. എന്നാൽ പിന്നെ കോടതിയിൽ വെച്ച് കണ്ടുകൊള്ളാം. അഭിവാദനങ്ങൾ. നിങ്ങൾ സമാധാനമായിട്ട് പോയി മാർഗമുണ്ടാക്കാം. ഞാനും ഇറങ്ങട്ടെ. ഒരു നിമിഷം. അവരൊക്കെ നിന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സദാചാരത്തെ പറ്റി മിസസ് നായർ പറഞ്ഞു, പക്ഷെ അത് സ്ത്രീകൾക്കും വേണം. ഇതാ കണ്ടോ പത്രത്തിലൊരു വാർത്ത. ദേശീയായ കായംകുളം കമലമ്മ അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. മിസസ് നായരോട് ഞാൻ ചോദിക്കുന്നു, ഇത് സ്ത്രീ ലോകത്തിന് പൊതുവേ അവമാനകരമല്ലേ? അതെ സാർ. ഇത്തരം അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് സംസ്കാരമുള്ളവർക്ക് വീട്ടിൽ വരുത്താനൊക്കുമോ? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ഇത് വായിച്ച പല സ്ത്രീകളും പുഷ്കാനിടയുണ്ട്. എന്താ ഇല്ലെന്നുണ്ടോ? ഇത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് തടയേണ്ടത് ആരുടെ ചുമതലയാണ്? നിങ്ങൾ മഹിളാ സംഘ പ്രവർത്തകരുടേതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾ ആരും സിൻസിയറല്ല. ദാറ്റ് ഈസ് ദ ട്രബിൾ. അത് സാമൂഹ്യ ബോധത്തിന്റെ കുറവാണ്. ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ തടയണം. അത് അവിടെ നിന്ന് ഫോൺ ചെയ്താൽ പോരെ? അനന്തരവന്റെ പത്രമല്ലേ ഇത്? ഞങ്ങൾ രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെന്ന് മിസ്റ്റർ നായർക്ക് അറിയരുത്. ഞാൻ പറയില്ല, പറഞ്ഞാൽ അവൻ അനുസരിക്കുകയുമില്ല. നിങ്ങൾ തന്നെ ശ്രമിക്കണം. ആരുമില്ല ഇവിടെ. നിങ്ങൾ എവിടെ നിന്നായിരുന്നു? ആദർശ മഹിളാ മണ്ഡലി പ്രവർത്തക സമിതി അംഗങ്ങളാണ് ഞങ്ങൾ. നിങ്ങൾ ആത്മകഥ എഴുതി പരസ്യം ചെയ്യുന്നുവെന്നറിഞ്ഞു. ശരിയാണോ? ശരിയാണ്. അതിന്റെ ആവശ്യം എന്റെ ആവശ്യമാണ്. അത് സ്ത്രീവർഗത്തിന് മുഴുവൻ ഒരു അപമാനമായി തരികയില്ലേ? മനസ്സിലായില്ല. നിങ്ങളൊക്കെ എന്നേക്കാൾ പഠിപ്പും ബോധവും ഉള്ളവരാണ്. ഞാൻ എന്റെ അനുഭവങ്ങൾ മാത്രമാണ് എഴുതുന്നത്. അതിന് നിങ്ങളിൽ ഏത് സ്ത്രീക്കാണ് അപമാനം? ഞങ്ങൾക്കാർക്കും ഒരു അപമാനവുമില്ല. പക്ഷേ നല്ല അനുഭവങ്ങൾ ഒന്നും നിങ്ങൾക്കുണ്ടായിരിക്കില്ലല്ലോ. അവയൊക്കെ അശ്ലീലങ്ങളായിരിക്കും. അത് വായിച്ച് മറ്റു സ്ത്രീകളും ദുഷിക്കണോ? ഓഹോ, എന്നാൽ മറ്റു സ്ത്രീകൾ ദുഷിക്കാതിരിക്കാനാണ് ഞാൻ എന്റെ ആത്മകഥ എഴുതുന്നത്. സംസ്കാരമുണ്ടെന്ന് അഭിമാനിക്കുന്ന സമുദായം സാധു സ്ത്രീകളുടെ അഭിമാനത്തെ എങ്ങനെ ഞെരിച്ചു കൊല്ലുന്നു എന്ന് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്കൊരു നല്ല കാലം ഉണ്ടാകേണ്ടേ? കഷ്ടകാലത്തിന് ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾ ദുഷിച്ച സ്ത്രീകളാണെന്ന് ലോകം വിധി എഴുതി. അതിനെതിരായ ഒരു വാക്കെങ്കിലും പറയാൻ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക്, വനിതാ സംഘടനക്കാർക്ക് തോന്നിയോ? ഞങ്ങളുടെ ഒരു വർഗം ജീവിച്ചിരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അഥവാ അറിഞ്ഞാൽ തന്നെ അറപ്പാണ്. ഞങ്ങളും സ്ത്രീകളാണ്. ഞങ്ങൾ കരകയറേണ്ടത് മഹിളാ സംഘത്തിന്റെ പ്രശ്നമല്ല,
തലമുറകളായി ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ നിങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളെ കൊടുന്ന് ഉദ്ധരിക്കാൻ വേണ്ടി ദയവായി നിങ്ങൾ ജാഥ നടത്തണം. ആകാശം പൊട്ടുമാറി വിളിക്കണം. മനുഷ്യർ കേട്ടില്ലെങ്കിലും ഈശ്വരനെങ്കിലും ആ വിളി കേൾക്കും. സ്ത്രീലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തുകൊണ്ട് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കും. ആത്മകഥ. ഹലോ, കച്ചാടം കർത്താവാണ് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. എഡിറ്റർ രാഘവപിള്ളയാണ് സംസാരിക്കുന്നത്. ഓ, പ്രതാപ സാറിന്റെ കൊടുക്കാം. എന്താ വേണ്ടെന്നോ? അത് അടുത്ത ലക്കത്തിൽ തുടങ്ങുമെന്നാണ് തോന്നുന്നത്. എന്താ പത്രത്തിന്റെ അന്തസ്സോ? ഞാൻ പറയാം. ശരി സാർ. ഹലോ, വെച്ചു പറഞ്ഞു. ആരാ ആരാ? എന്തോ അമ്മാവനാണ് സംസാരിച്ചത്. കമലമ്മയുടെ ആത്മകഥ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതിന്റെ അന്തസ്സ് മലിനപ്പെടുത്തരുത് എന്നാണ്. ബാക്കിയുള്ള പോയില്ലേ? ഇവിടെ ഒഴിവില്ലെന്ന് പറഞ്ഞതല്ലേ? ഇതെല്ലാം എന്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഞാനങ്ങ് സിംഗപ്പൂരിലായിരുന്നു, പബ്ലിസിറ്റി ഓഫീസർ, ഒരു വലിയ ബാലെ ട്രൂപ്പിന്റെ. നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു, ഭാസ്കർ ബാലെ ട്രൂപ്പ്. പക്ഷെ നാട്ടിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പത്രത്തില് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രയാസം ഞാൻ പറഞ്ഞല്ലോ. സാറിന്റെ കൂടെ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് ഉയരാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ശമ്പളം ഒരു പ്രശ്നമല്ല സാർ. ദയവ് തന്നെ മടക്കി അയക്കൽ. ഞാൻ ഒരു റിപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തോളാം സാർ. സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പേ ഞാൻ റിപ്പോർട്ടായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ഒരു പത്രത്തിന്റെ, തനിനിറം പത്രത്തിന്റെ. എന്നാൽ തൽക്കാലം ഒരു റിപ്പോർട്ടറായി ഇവിടെ നിൽക്കും. പക്ഷെ സ്ഥിരമല്ല, പറഞ്ഞേക്കാം. ലോകത്തിൽ എന്താണ് സാർ സ്ഥിരമായിട്ടുള്ളത്? എന്താ അത്? സിംഗപ്പൂരിലെ ബറൂക്ക എന്ന് വെച്ചാൽ വിജയിക്കട്ടെ എന്നാണ്. ഓഹോ, ഇപ്പൊ ചേച്ചി എന്ത് പറയുന്നു? പ്രതാപന്റെ പ്രവൃത്തികളുടെ ഭവിഷ്യത്തുകളെ പറ്റി ഞാൻ പലപ്പോഴും ചേച്ചിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ചേച്ചി എന്താണ് പറഞ്ഞത്? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നല്ലേ? അന്നൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയിരുന്നു. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ സമ്മതിച്ചു പരമേശ്വര. ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കാനല്ല എന്റെ ശ്രമം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം വേറെ, ബന്ധം വേറെ. അച്ഛൻ കോൺഗ്രസും മകൻ കമ്മ്യൂണിസ്റ്റും മരുമകൻ സോഷ്യലിസ്റ്റുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. വളരെയുണ്ട്. ആണോ? അപ്പോ രാഷ്ട്രീയം രാഷ്ട്രീയവും ബന്ധം ബന്ധവുമാണ്. പ്രതാപൻ ബുദ്ധിമാനാണ്, പുരോഗമനവാദിയാണ്. പക്ഷെ അവന്റെ ബുദ്ധിയും കഴിവും നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചാൽ കൊള്ളാം. അവൻ ആ നാടകക്കാരുടെ ആത്മകഥ പരസ്യം ചെയ്യാൻ പോകും. അവൻ ഏത് തറവാട്ടിൽ പിറന്നവനാണ്, ഏത് സ്ത്രീ പ്രസവിച്ചവനാണ്, അവന്റെ സിരകളിൽ കൂടി ഓടുന്ന രക്തമേതാണ്, ഇത് വല്ലതും അവൻ ചിന്തിച്ചു. എന്റെ കൈകാരികൾ തളർന്നു പരമേശ്വര. അതായിരിക്കുന്നു. ഇവനേക്കാൾ വലിയ സാഹിത്യകാരനായിരുന്നു. പക്ഷെ അക്ഷര സാഹിത്യം എഴുതിയില്ല. എന്തുകൊണ്ട് ചേച്ചി? എന്തുകൊണ്ട്? എനിക്കതല്ല, ഇവൻ ഈ മാറ്റം എങ്ങനെ വന്നു? ഇതിന്റെ ബുദ്ധി വന്നിച്ചുപോയി. അതാണ് അതിന്റെ സത്യം. മന്ദിച്ചുപോയി. അവനൊരു മോഹവലയത്തിനകത്ത് അകപ്പെട്ടു പോയി ചേച്ചി. ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കരുത്. എനിക്കത് ചേച്ചിയോട് പറയാൻ പാടില്ല. പരമേശ്വര, നീ അവനെ നേരിട്ട് വിളിച്ചൊന്ന് ഗുണദോഷിച്ചു. ഞാനോ? അവൻ എനിക്കിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ ചേച്ചിക്ക്? ഓന്ത്. ഞാനൊരു രാഷ്ട്രീയ ഓന്താണ് പോലും. അതായത് നിറം മാറുന്നു എന്ന് സൂചന. അത് അടിക്കടിയുള്ളതിന്റെ പാർട്ടി മാറ്റം കൊണ്ട് ഫലത്തിന് അവൻ പറഞ്ഞതായിരിക്കും. അവൻ പറയുന്നതും അച്ചടിക്കുന്നതും ഒക്കെ ഞാൻ ഫലിതമായിട്ടെടുക്കും. കാരണം ഞാൻ അവന്റെ അമ്മാവനാണ്. പക്ഷെ അവൻ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ആ ആത്മകഥയുണ്ടല്ലോ, അത് പലരും ഫലിതമായിട്ട് എടുത്തു വരില്ല ചേച്ചി. ആ നാടകക്കാരി നൊട്ടോറിയസ് ആണ്. അവളുടെ ലൈഫിൽ പലരും ഇടപെട്ടിരിക്കും. അവരിൽ ചിലരൊക്കെ ഇന്ന് വളരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അവരൊക്കെ ഇവനെ വെറുതെ വിട്ടേക്കുമെന്ന് ചേച്ചി വിചാരിക്കുന്നുണ്ടോ? തട്ടിക്കളയും ചേച്ചി. എന്റെ ചാമുണ്ടേശ്വരി. കഴിഞ്ഞ ആഴ്ച ചെക്കോസ്ലോവാക്യയിൽ ഒരു പത്രാധിപരെ ഏതാണ്ട് ഇതുപോലൊരു കാര്യത്തിൽ തന്നെ ബ്രെഡി വെച്ച് കൊന്നു. പരമേശ്വര, നീ ഇടപെട്ടേ പറ്റൂ. നെവർ. ഇടപെട്ടാൽ എനിക്കവനെ തല്ലേണ്ടി വരും. അങ്ങനെ ഞാൻ അവനെ തല്ലിയാൽ ബിണ്ടക്കായിൽ അവൻ അച്ചടിച്ച് പരസ്യം ചെയ്യും, കറ്റാടൻ കർത്താവിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന്. ഇന്നത്തെ എന്റെ പുരുഷനെ അത് വല്ലോടെ അടക്കി. ഞാൻ അവനോട് എന്ത് പറഞ്ഞാലും അവൻ ഗൗരവമായിട്ട് എടുക്കുകയില്ല. എടുത്തില്ലെങ്കിൽ അതിന്റെ ഫലം അവൻ അനുഭവിച്ചോട്ടെ. ഞാൻ ഇത്രയും ചേച്ചിയോട് പറഞ്ഞതുകൊണ്ട് എന്റെ മനസാക്ഷി ക്ലിയറായി. ഞാൻ ഇറങ്ങും.
നീ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോ. വേണ്ട, അവനറിഞ്ഞാൽ അത് വെച്ച് അവന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. പത്രാധിപർ സാറില്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ. അല്ല, അമ്മയോ? എന്താ സംശയം തോന്നി തുടങ്ങി? സാർ എന്താ ഇന്നലെ വീട്ടിൽ വരാഞ്ഞ്? അതോ താമസം വേറെ വല്ലയിടത്തോട്ട് മാറ്റിയോ? ഇരിക്കണം അമ്മേ. അമ്മയെ ഇരുത്താനുള്ള ശ്രമമാണല്ലോ. ആ നശിച്ച നാടക നടിയുടെ ആത്മകഥ അങ്ങയുടെ പത്രത്തിൽ പരസ്യപ്പെടുത്താൻ പോകുന്നു എന്നറിഞ്ഞു. ശരിയാണമ്മേ, സംഭവ ബഹുലമാണമ്മേ ആ കഥ. വാസവദത്തയുടെ കഥയും സംഭവ ബഹുലമാണ്. പക്ഷെ ഈ കഥയ്ക്കൊരു വ്യത്യാസമുണ്ടമ്മേ. നമ്മുടെ ചുറ്റും കാണുന്ന ജീവിതവുമായി അടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധമുണ്ട് ഈ കഥയ്ക്ക്. അല്ല, അമ്മ അത് വായിക്കുമ്പോ മനസ്സിലാക്കും. ഈ ഈശ്വരിയമ്മ അഭിസാരികളുടെ കഥകൾ വായിക്കാറില്ലടാ. നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നു? നീ ജനിച്ച തറവാടേത്? നിന്നെ പ്രസവിച്ച സ്ത്രീ ആര്? നിന്റെ സ്ഥിരകളിൽ കൂടി ഒഴുകുന്ന രക്തമേത്? ഓഹോ, ഇന്നോ ഇന്നലെയോ കർത്താവമ്മാവനോട് വന്നിരുന്നു. എന്താ വന്നുകൂടെ? സ്വന്തം സഹോദരിയെ കണ്ടുകൂടെ? എടാ, രാഷ്ട്രീയം വേറെ, ബന്ധം വേറെ. ഇപ്പോ വ്യക്തമായി. അതെ, അമ്മാവൻ എന്തൊക്കെ പറഞ്ഞു? അമ്മ എന്ത് പറഞ്ഞാലും നീ എതിരാണല്ലോ. എടാ, നിന്നേക്കാൾ വലിയ സാഹിത്യകാരനായിരുന്നു നിന്റെ അച്ഛൻ. പക്ഷേ ദേശീയകളുടെ കഥകളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം എഴുതി വിശിഷ്ട ഗ്രന്ഥങ്ങൾ, രാജവംശ വെഞ്ചാമരം. ഇന്നും അതൊരു മഹാഗ്രന്ഥമാണ്. ഓ, അന്നത്തെ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ രാജവംശ വെഞ്ചാമരം എഴുതി. അന്നത്തെ ദിവാൻജി തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദിവാൻ ഭൂഷണം എന്ന മഹാകാവ്യം എഴുതി. അതുകൊണ്ടാണല്ലോ അച്ഛൻ തഹശീൽദാരായതും കുറെ വസ്തുക്കളൊക്കെ സമ്പാദിക്കാനിടയായതും. ദോഷം, നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇത് ആപത്തിനാണ്. കുറെ പ്രബലന്മാരായ ശത്രുക്കളെ നീ ഉണ്ടാക്കും. അവർ നിന്നെ കൊല ചെയ്യാൻ പോലും മടിക്കയില്ല. ഞാൻ മരിച്ചിട്ട് മതിയായിരുന്നു ഇതൊക്കെ. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. പരമേശ്വരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നീ മോഹവലയത്തിൽ പെട്ടുപോയി. അന്ന് യോഗം കഴിഞ്ഞ് കാറിൽ ഒരുമിച്ച് സവാരി ചെയ്തു എന്ന് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇത് കുഴപ്പത്തിൽ അവസാനിക്കുമെന്ന്. എടാ, നിന്റെ അമ്മയാണ് പറയുന്നത്. നീ അവളുടെ കഥ പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അമ്മയും അമ്മാവനും പറയുന്ന പോലെ പത്രം നടത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പത്രം വായിക്കാൻ അമ്മയും അമ്മാവനും മാത്രമേ കാണുകയുള്ളൂ. അമ്മ ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഇടപെടും. പത്രം എങ്ങനെ നടത്തണം എനിക്ക്. ഓഹോ, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ല അല്ലേ? തൃപ്തിയായടാ. അമ്മേ, സാർ, ആ ഭാസ്കറിനെ വിളിക്കും. ഏത് ഭാസ്കറിനെ? പുതിയ റിപ്പോർട്ടർ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അർത്ഥം രക്തത്തിന് വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ടെന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തത്വം, ഞാൻ ഒരു ട്യൂഷൻ മാസ്റ്ററുടെ മുമ്പിലല്ല നിൽക്കുന്നത്, പ്രതാപ സാറിന്റെ അമ്മാവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞ് ആ അമ്മയെ ഇളക്കി വിടണ്ടായിരുന്നാണ് പ്രതാപ സാർ പറഞ്ഞത്. അവിടാണ് എന്റെ മനുഷ്യത്വം. രാഷ്ട്രീയമായി അവൻ എതിർപ്പുണ്ട്. പക്ഷേ അവരൊരു ആപത്ത് വരുന്ന കണ്ടു സഹിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് മാത്രമാണ് ആ നശിച്ച ആത്മഹത്യ പ്രസിദ്ധീകരിക്കരുതെന്ന് ഞാൻ പറയുന്നത്. പ്രതാപ സാറിന് ആപത്തൊന്നും ഉണ്ടായില്ലെങ്കിലോ? അവൻ ആപത്ത് വരും. അയാൾ ഉസ്മർ. അവളുടെ ആത്മഹത്യയിൽ ഇന്നത്തെ ഉന്നത വ്യക്തികളുടെ പല പരാമർശങ്ങളും ഉണ്ടാവും. ഉണ്ടാവില്ലേ? എന്താ, ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. പരാമർശം ഉണ്ടാവും. അങ്ങനെ ആയാൽ അവരവനെ വെറുതെ വിടുമോ? അങ്ങനെ ശക്തന്മാരായിട്ടുള്ളവർ പ്രതാപ സാറിനെ സമ്മതിക്കാൻ വന്നാൽ അതിലേറെ ശക്തനായിട്ട് അവിടുന്ന് ഇവിടെ ഇരിപ്പിക്കും. അല്ല, അത് ഉണ്ട്. എന്തുവാ, രാഷ്ട്രീയം വേണം, ബന്ധം വേണം. എങ്കിലും അവൻ എന്തിനീ വയ്യാവേലിക്ക് പോകുന്നു? അത് പൂർത്തീകരിക്കാതിരുന്ന പോലെ. വേണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ആത്മകഥ വായിച്ചു, മുഴുവനും അശ്ലീലമാണ്. അതുകൊണ്ട് എന്റെ ധർമ്മയുദ്ധത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് അവളുടെ പേരെന്തോ? കമലം. അവളോട് പറയാം. അതെന്തിനാ സാർ? അവർ വേറെ വല്ല പത്രത്തിലും പ്രസിദ്ധീകരിച്ചാലോ? വേറെ എന്നാൽ അത് നശിപ്പിച്ചേക്കണം. അയ്യോ, അത് കഷ്ടമല്ലേ സാർ? പ്രതാപ സാറിന് ഒരാപത്തും സംഭവിക്കരുന്നല്ലേ സാറിന് താല്പര്യമുള്ളൂ. വേറെ വല്ല പത്രക്കാരെ പ്രസിദ്ധീകരിച്ചാൽ അതിന് ഫലം അവരനുഭവിച്ചോളൂ. വേറെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചോട്ടെ. പത്രക്കാർ സാർ, ഇനിയെങ്കിലും സാർ എന്നോട് തുറന്നു പറയണം. ഇത് പ്രസിദ്ധീകരിച്ചാൽ
സാറിന് താല്പര്യമുള്ള ആരെങ്കിലും ഇതിനകത്ത് പെടുമോ? താൻ ആ ആത്മകഥ മുഴുവനും വായിച്ചോ? എന്നെ പറ്റി വല്ല സൂചനയോ? ഇക്കാര്യം സാർ നേരിട്ട് സാറിന് എന്തിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എടാ, എന്നെ പറ്റി അതിനകത്ത് വല്ല ഉണ്ടെങ്കിൽ അവൻ എടുത്ത് മാറ്റിയതായിരുന്നു. 2 ഭാഗവും പറയണമല്ലോ സാർ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആ സ്ത്രീ കിടന്ന് കഷ്ടപ്പെടുക. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും സാർ എന്തെങ്കിലും പണം കൊടുക്കാനോ? അല്ലാതെ യുവത്വമോ പ്രേമമോ കൊടുക്കാൻ ഇപ്പൊ സാറിന്റെ കൈവശം ഇല്ലല്ലോ, അവർക്കത് ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു 5000 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്നാണ് പ്രതാപ സാറ് പറഞ്ഞത്. അപ്പോൾ ഇത് ബ്ലാക്ക് മെയിലാണ്. പോലീസിനെ പറ്റി പണം തട്ടുക. ചേർക്കാതെ ഈ കാര്യം നേടാമെന്ന് ഞാൻ നോക്കട്ടെ. ഇത് കത്തായ കർത്താവാണ്. കത്തായ കർത്താവല്ല, സാക്ഷാൽ ജഗൽ കർത്താവ് തന്നെ എതിര് നിന്നാലും പ്രതാപ സാറ് ഇത് പ്രസിദ്ധീകരിക്കും. നമുക്ക് കാണാം. എവിടെ വെച്ചാ കാണാമെന്ന് പറഞ്ഞാൽ പ്രതാപ സാറ് വരാൻ പറയാം. ഉദ്ദേശിച്ചതുപോലെ തന്നെ കഥാപാത്രം കർത്താവ് ചെയ്യാം. അമ്മയെ പറഞ്ഞിളക്കി വിട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ കുറിച്ചിട്ടോ, പുള്ളി നമ്പർ 1 കറ്റാഴം കർത്ത. കറ്റാഴം കറുത്ത സാറിന്റെ അമ്മാവനല്ലേ? പക്ഷെ ഒരു കാര്യം പറയാം, ഞാനല്ലാതെ വേറെ ആര് പോയിരുന്നാലും ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. സാർ, ഞാൻ പോലത്തി പറയാമെന്ന് വിചാരിക്കുന്ന ഇതാണ് ഈ ഗസ്റ്റപ്പ് വർക്ക് എന്ന് പറയുന്നത്. അമ്മാവൻ അവർക്ക് ധനസഹായം വല്ലതും ചെയ്യാൻ സംഭവിച്ചു? ആര്? കറ്റാഴം കർത്താവ്. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് പോലും. 4 കാശ് പോലും ചെലവാക്കാതെ ഇത് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴും. ശരി, നോക്കട്ടെ. പക്ഷെ സാർ, ഇനി ഇത് വച്ച് താമസിപ്പിക്കണ്ട. നമുക്ക് പെട്ടെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം.